ഞാനും സിനിമയുടെ പേരോ മറ്റുള്ള ഒന്നും പറയുന്നില്ല. അമ്പിളിച്ചേട്ടൻ ഞാനോട്ടുള്ള ഒരു സിനിമയാണ്. ചിത്രാഞ്ജലി വെച്ചാണ്, ട്രിവാൻഡ്രം ചിത്രാഞ്ജലി വെച്ചാണ് ഡബിങ് നടക്കുന്നത്. അപ്പൊ ഞാൻ ചെന്നപ്പോൾ മുതൽ പ്രൊഡ്യൂസർ ചേട്ടാ മറ്റേ ബാലൻസ് പൈസ ഞാൻ ഇരിക്കണം കയറിയിട്ട് ഞാൻ തിരിച്ചു വരും, അമ്പിളിച്ചേട്ടൻ എനിക്കൊന്ന് കാണണം. വരുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചോളാം, വെറുതെ വണ്ടിക്കകത്ത് വയ്ക്കണമെന്ന്. ഞാൻ ഇറങ്ങി പോയപ്പോൾ ചിത്രാഞ്ജലി ഗേറ്റിനകത്ത് ഒരു കറുത്ത അംബാസിഡർ അമ്പിളിച്ചേട്ടൻ ഇങ്ങോട്ട് വരും. ക്ലാസ്സിനകത്ത് കഴിഞ്ഞ അമ്പിളിച്ചേട്ടൻ ഞാൻ കഴിഞ്ഞു എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു 8 നില 18 നില 8 നിലയെന്ന് ഞാൻ പറഞ്ഞു, 18 നിലയെന്ന് അമ്പിളിച്ചേട്ടൻ പറഞ്ഞത്. ശരി, ഞാൻ വാങ്ങിച്ചില്ല പൈസ. ആ ബാക്കിയുള്ള 1.5 ലക്ഷം രൂപ അമ്പിളിച്ചേട്ടന് കൊടുക്കാനുള്ള അമ്പിളിച്ചേട്ടൻ വാങ്ങിച്ചില്ല. അങ്ങനെ ആ പടത്തിന് ആകപ്പാടെ പുള്ളിക്ക് കിട്ടിയ ലാഭം 2.25 ലക്ഷം രൂപയാണ്. 2 ബസ് 3 കാറൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. ചോല നൈറ്റിയിട്ട് നിക്കണത് കണ്ടില്ല, കണ്ടു. അങ്ങനെ മെലിഞ്ഞാവുന്ന ഇവള് എന്നോട് പറഞ്ഞ അമ്മ കളിക്കോളൊക്കെ അമ്പറ്റ് ഉച്ചവച്ചൊരു പൊടിയാറി നമുക്ക് പോകണ്ടേ. ഇവമ്മ ഞാനാലോചിച്ചു ഇതെന്നാണ് മിണ്ടാതിരുന്നത്. എനിക്കും സന്തോഷായി. ഇവിടെ വന്നപ്പ കിലോ എന്നടിക്ക് വാദിക്കടല്ലേ നിങ്ങളിവിടെ പോയി മരുമക ഞങ്ങളുടെ എനിക്ക് ദേഷ്യം വന്നിട്ട് അവിടെ ഇരുന്ന് ചകിരി മൊത്തം പിരിച്ചു കൊടുത്തു. ഞങ്ങൾ അവിടെ ചെന്നു. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി. കൊതുമ്പെടുക്കാൻ പറഞ്ഞു. കട നടത്തുന്നുണ്ട്. ഇത്രയുള്ള കൊതുമ്പിന് 5 രൂപ മേടിച്ചാൽ ദുഷ്ടൻ. തീ പിടിച്ചിത്തിരി കഴിഞ്ഞപ്പോ തുമ്പന്റെ സമണ്ട് കേട്ട് കല മുകളിൽ പോയി ആളുകൾ ഓടിയുണ്ട്. ഞാനത് ഇതൊക്കെയാണ് മരുമക്ക.